തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കടുത്ത നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെന്ന് ആരോപണം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ വെഞ്ഞാറമൂട് സ്വദേശി രാജന് ആൻജിയോഗ്രാം ചെയ്യാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഭാഗ്യം കൊണ്ടാണ് ജീവൻ അപകടമില്ലാതെ രാജൻ രക്ഷപ്പെട്ടതെന്ന് മകൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൺമുന്നിൽ ഒരുപാട് പേരുടെ ജീവൻ പോകുന്നത് കൺമുന്നിൽ കണ്ടൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ ചികിത്സയുടെ താമസം കൊണ്ട് എന്ന് വെച്ചാൽ കട്ടിലില്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ കട്ടിൽ തന്നെ വേറൊരാളുടെ കൂടെ കിടത്തേണ്ടി വന്നു എന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലായി ഏത് രോഗമാണ് അങ്ങനെയൊന്നും അറിയില്ല. ആ സമയത്ത് അച്ഛന് ഭയങ്കര നെഞ്ചുവേദന അനുഭവപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ ചെന്ന് ഡോക്ടർ അച്ഛനൊട്ടും വയ്യ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പല ഡോക്ടേഴ്സാണ്. അപ്പോൾ പറയും ഞാൻ കാർഡിയോളജി ഡോക്ടറല്ല, ആൾ വരട്ടെ. പക്ഷെ നമുക്ക് ഭയങ്കര വെപ്രം, അച്ഛൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യ. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാനസിക ആരോഗ്യം വന്നവർ പോലും ആ 1-ാം വാർഡിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അച്ഛനെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ അച്ഛൻ മാത്രമല്ല, അച്ഛനെക്കാട്ടിയും അസുഖമുള്ള ഒരുപാട് പേര് കിടന്ന് കഷ്ടപ്പെടുന്നത് കൺമുന്നിൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. സുനിഷയുണ്ട്. സുനിഷ, വീണ്ടും ഒരു വീഴ്ചയുടെ വിവരണമാണോ നമ്മളിപ്പോൾ കേട്ടത്? അരുൺ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരമായി ഇപ്പോൾ ഇത്തരത്തിൽ ചികിത്സാ പിഴവ്, ഒപ്പം തന്നെ ചികിത്സ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും മറ്റൊരു ആരോപണം കൂടി ഉയർന്നിരിക്കുന്നത്. വെഞ്ഞാറമൂട് സ്വദേശിയായ രാജന് ഹൃദയ രോഗം വന്ന് കാണിക്കാൻ എത്തിയതാണ്. പക്ഷേ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ പരാതിയുമായി വന്നിരിക്കുന്നത്. അതായത് നെഞ്ചുവേദനയുമായാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവരെ അഡ്മിറ്റ് ചെയ്തെങ്കിലും കൃത്യമായ ഒരു കിടക്ക ലഭിച്ചില്ല. നിലത്ത് തണുത്തുറഞ്ഞ നിലത്ത് കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ആൻജിയോഗ്രാം ചെയ്യാമെന്ന് അറിയിച്ചെങ്കിലും ഓഗസ്റ്റ് മാസം അഡ്മിറ്റായ രാജനെ ഒക്ടോബർ അവസാനമാണ് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ കടുത്ത നെഞ്ചുവേദനയായി എത്തിയിട്ട് പോലും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുന്നില്ല, കൃത്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ നിരന്തരമായി തന്നെ ഇത്തരത്തിൽ രോഗികൾ പരാതിയുമായി എത്തുന്നുണ്ട്. പകർച്ചവ്യാധി ഉള്ളവരെ, മറ്റു രോഗങ്ങളുള്ളവരെ ഒക്കെ തന്നെയും ഒരുമിച്ചാണ് ഈ ആശുപത്രിയിൽ കിടത്തുന്നത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായ ഒരു സംവിധാനങ്ങൾ, ഈ ആളുകളെ കിടത്താനോ അത്തരത്തിൽ വാർഡ് സംവിധാനങ്ങളോ ഇല്ല എന്നതടക്കമുള്ള പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു. സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകിയത്.